ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആധാർ കാർഡ് കൈവശമുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ് ആധാർ കാർഡ് പുതുക്കുവാനുള്ള സമയം ദീർഘിപ്പിച്ചു എന്നതാണ്. സെപ്റ്റംബർ മാസം 14 വരെ ആയിരുന്നു ആധാർ കാർഡിലെ വിവരങ്ങൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുവാൻ സർക്കാർ സമയം അനുവദിച്ചിരുന്നത്. എന്നാൽ സംസ്ഥാനത്ത് നിരവധി ആളുകൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുവാനുള്ളത് കൊണ്ട് തന്നെ ഇത് ഡിസംബർ മാസം 14-ാം തീയതി വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്തിനകം തന്നെ നിങ്ങളുടെ പേര്, മേൽവിലാസം, ഫോട്ടോ, ഫോൺ നമ്പർ മുതലായ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനായി സർക്കാരിലേക്ക് പ്രത്യേകം ഫീസ് അടയ്ക്കേണ്ടതില്ല. എന്നാൽ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ മറ്റു മാർഗങ്ങളിലൂടെയോ ആണ് ഇത് ചെയ്യുന്നത് എങ്കിൽ എൻറ്റർ ഫീസ് കൊടുക്കേണ്ടി വരുന്നതാണ്. 2024 ഡിസംബർ 14-ന് മുൻപായി തന്നെ ആധാർ കാർഡുള്ള എല്ലാവരും ഇത്തരത്തിൽ കാർഡ് അപ്ഡേറ്റ് ചെയ്യുവാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരറിയിപ്പ് ആധാർ കാർഡ് മൊബൈൽ നമ്പരുമായി ലിങ്ക് ചെയ്തിട്ടില്ലാത്തവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പോൾ നിരവധി സർവീസുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അതിന് ആധാർ കാർഡ് മൊബൈൽ നമ്പരുമായി ലിങ്ക് ചെയ്തിരിക്കണം എന്നത് നിർബന്ധമാണ്. നിങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ, റേഷൻ മസ്റ്ററിംഗ്, പെൻഷൻ മസ്റ്ററിംഗ്, കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട EKYC, അതുപോലെ തന്നെ ഗ്യാസ് മസ്റ്ററിംഗ് ഇവയെല്ലാം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവയെല്ലാം ചെയ്യണമെങ്കിൽ ആധാർ കാർഡ് മൊബൈൽ നമ്പരുമായി ലിങ്ക് ചെയ്തിരിക്കണം. അതിനാൽ തന്നെയും നിലവിൽ നിങ്ങളുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പരുമായി ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റു സർവീസ് കേന്ദ്രങ്ങളിലോ പോയി നിങ്ങളുടെ വിരലടയാളം പതിപ്പിച്ച് മൊബൈൽ നമ്പരുമായി ആധാർ ലിങ്ക് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ നിങ്ങൾ ഉപയോഗിക്കാത്ത മൊബൈൽ നമ്പറാണ് ആധാർ കാർഡിൽ ഉള്ളത് എങ്കിൽ അത് നിങ്ങൾക്ക് സൗജന്യമായി ഡിസംബർ 14-ന് മുൻപായി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരറിയിപ്പ് ആധാർ കാർഡിന്റെ ദുരുപയോഗം സജീവമായി കൊണ്ടിരിക്കുകയാണ്. ആധാർ നമ്പർ ഉപയോഗിച്ച് ബാങ്ക് തട്ടിപ്പ്, പണം നഷ്ടമാകൽ, ഹാക്കിംഗ് തുടങ്ങി നിരവധി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിങ്ങൾ ആധാർ കാർഡിന്റെ പകർപ്പ് കൊടുക്കുന്ന സമയത്ത് മാസ്ക്ഡ് ആധാർ കാർഡിന്റെ പകർപ്പ് കൊടുക്കുവാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് UIPയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നുമാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെയും ഈ കാർഡ് ആർക്കും നിഷേധിക്കാൻ സാധിക്കുന്നതല്ല. ആധാർ കാർഡിന്റെ ആദ്യ 8 അക്ക നമ്പർ മാസ്ക് ചെയ്തിട്ടാണ് മാസ്ക്ഡ് ആധാർ കാർഡ് പുറത്തു വരുന്നത്. അതിനാൽ തന്നെയും ആധാർ മുഖേനയുള്ള ദുരുപയോഗം തടയാൻ സാധിക്കും. മാസ്ക്ഡ് ആധാർ കാർഡ് ലഭ്യമാകുന്നതിനായി നിങ്ങൾ UIPയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സർവീസസ് എന്ന ഡെസ്കിൽ നിന്നും ആധാർ നമ്പറും മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് മാസ്ക്ഡ് ആധാർ കാർഡ് സ്വന്തമാക്കാവുന്നതാണ്. OTP അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് മാസ്ക്ഡ് ആധാർ കാർഡ് ലഭ്യമാകുന്നത്. ഇത് ഒരു ലോക്ക്ഡ് PDF ഫോർമാറ്റിലായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാവുക. ഇത് ഓപ്പൺ ചെയ്യുന്നതിനായി നിങ്ങളുടെ പേരിന്റെ ആദ്യ 4 അക്കവും ജനിച്ച വർഷവും എൻ്റർ ചെയ്യുമ്പോൾ PDF ഓപ്പൺ ചെയ്ത് പേജ് പ്രിന്റ് ഔട്ട് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ആധാർ കാർഡുള്ള എല്ലാവരും തന്നെ ഈ അവസരം വിനിയോഗപ്പെടുത്തുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.